കുമരകത്തെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുൻ മന്ത്രി വി എൻ വാസവൻ സന്ദർശിക്കുകയാണ്. അതിലേക്ക് സനൂജ് സുരേന്ദ്രൻ കൂടി അവിടെ നിന്ന് ചേരുകയാണ്. സനൂജ്, ഇതാ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി എൻ വാസവൻ അവിടെ പരാതികൾ ഉയർന്ന ക്യാമ്പുകളിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുമരകം പഞ്ചായത്ത് കോട്ടയം ജില്ലയുടെ പകലെയാണ്. ആ പ്രദേശത്തെ പല ഭാഗങ്ങളും ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ 85 കുടുംബങ്ങളിൽ നിന്നുമായി 167 പേരാണുള്ളത്. രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ചില ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരുന്നു. 2018 പ്രളയകാലത്ത് 16ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കുമരകം പഞ്ചായത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ 3 ക്യാമ്പുകൾ മാത്രമാണ്. ആ ക്യാമ്പുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട്. ആ സാഹചര്യത്തിലാണ് ആളുകൾ ക്യാമ്പുകളിലേക്ക് വരേണ്ടതില്ല, വീടുകളിൽ തന്നെ തുടർന്നാൽ മതിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വാർഡിലെ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തത്. ആ ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നത്. ഈ സാഹചര്യത്തിലാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള വി എൻ വാസവൻ ഇപ്പോൾ ക്യാമ്പുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിരുന്നു. ക്യാമ്പുകളിൽ വരേണ്ടതില്ല, ആളുകൾ വീടുകളിൽ കഴിയാനാണ് നിർദ്ദേശിച്ചത്. 2018 പ്രളയകാലത്ത് കുമരകം പഞ്ചായത്തിൽ ഏകദേശം 16ഓളം ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തവണ 3 ക്യാമ്പുകൾ മാത്രമാണ്. വീടുകളിലേക്ക് വെള്ളം കയറി ഇറങ്ങുമ്പോൾ ആളുകൾ ക്യാമ്പുകളില്ലാതെ എവിടേക്കാണ് പോവുക? 2018 16 ക്യാമ്പ് മാത്രമല്ല, അന്ന് ഇവിടുന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ടോറസുമായി വന്ന് നിരവധി ആളുകളെ കോട്ടയത്തെ CMS കോളേജിലും അതുപോലെ തന്നെ നാട്ടകം ഗവൺമെൻറ് കോളേജിലേക്ക് മാറ്റിയതുകൊണ്ടാണ് ക്യാമ്പിൻ്റെ നമ്പർ അന്ന് കുറഞ്ഞിരുന്നത് 16 ഞങ്ങൾ വരുമ്പോൾ എല്ലാ ക്യാമ്പും നിറഞ്ഞ ആളുകളെല്ലാം വഴിയിലെല്ലാം വാവിട്ട് നിലവിളിച്ച് നിൽക്കുന്നതിന് ഇത് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് 2018 ഞങ്ങൾ വരുന്നത്. 19 ആ ക്യാമ്പിൻ്റെ നമ്പർ വർദ്ധിച്ചു. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകാർ വിഷമത്തിലാണ്. ഇവിടെ കോർഡിനേഷനിൽ വളരെ പിന്നോക്കം പോയിരിക്കുന്നു ജില്ല. ഒന്ന്, ഇപ്പോൾ ജില്ലയായിട്ടുള്ള ബന്ധം തന്നെ വിച്ഛേദിക്കപ്പെട്ട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കാൻ പ്രത്യേകമായ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിനെ ചുമതലപ്പെടുത്തേണ്ടതായിരുന്നു. അത് ചുമതലപ്പെടുത്താതെ വന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. 2, ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇവർക്ക് കുടിക്കാൻ വെള്ളമില്ലെന്നാണ് ഇവിടെ അല്ലേ? ഇവിടെ വെള്ളമില്ല. അദ്ദേഹം പറഞ്ഞ് വെള്ളം കിട്ടുന്നില്ല. അതെ, വെള്ളം കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് നേരത്തെ ഞങ്ങൾ 45 കോടി രൂപ മുടക്കി ഒരു പ്രോജക്റ്റ് ഇവിടത്തേക്ക് തന്നെ അനുവദിപ്പിച്ചുകൊണ്ടാണ് ഇവർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുത്തത്. ആ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ ആഴ്ച തൊട്ട് ഈ പമ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം വെള്ളമാണ് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പമ്പടിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് വെള്ളം കിട്ടാത്തൊരു വിഷയം വരുന്നു. അത് പരിഹരിക്കാൻ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ആക്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഗവൺമെൻറ് വെള്ളം പ്രത്യേകിച്ച് റവന്യൂ അധികൃതർ ബന്ധപ്പെട്ട് വെള്ളം ഈ ക്യാമ്പിൽ എത്തിച്ചു കൊടുക്കേണ്ടത്. അത് കിട്ടാതെ വന്നതിൻ്റെ ഒരു വിഷമാണ് വീണ്ടും ക്യാമ്പിലേക്ക് ആരും വരേണ്ടതില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുകയാണ്. ക്യാമ്പുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഇവർ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന 167 പേര് ഈ ക്യാമ്പിൽ തന്നെ ഉണ്ട്. പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ മുൻകരുതലോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു അധികൃതർ എന്നുള്ളതാണ് ഇവിടെ ക്യാമ്പിനുള്ള പോരായ്മ. അതിൻ്റെ ഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ടാരും വരേണ്ടതില്ലേ എന്ന് അയ്യോഭാവം വെച്ച് വിളിക്കുന്നു. എന്നുവെച്ചാൽ നിസ്സഹായനായി സത്യസന്ധമായി കാര്യം പറഞ്ഞു. ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ നിസ്സഹായരാണ്, ഇങ്ങോട്ടാരും വരേണ്ടതില്ല. അതാണ് അദ്ദേഹം നമ്മൾ കേട്ട രംഗം. അപ്പോൾ ഇത്രയും ആളുകളെല്ലാം ഇവിടെ നിൽക്കുന്നില്ല. എല്ലാവർക്കും യഥാർത്ഥത്തിൽ ചെയ്തു കൊടുക്കേണ്ട കുടിവെള്ളം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത് ഈ വിവിധ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ 1-2 പനിക്കാരെ കണ്ടു. ആ പനിക്കാരെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ആംബുലൻസ് വരണം. അതിന് പ്രത്യേക ആളെ ഇവിടെ നിയോഗിക്കണം. അതിനുള്ള സൗകര്യങ്ങളില്ല. നേരത്തെ പഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഉണ്ടായിരുന്നു. അത് മുമ്പ് ഞാൻ MLA ഫണ്ട് കൊടുത്തിരുന്നതാണ്. അത് റിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്ന രംഗത്ത് പഞ്ചായത്തിന് വീഴ്ച വരുത്തി. ഇപ്പോഴത്തെ പഞ്ചായത്തിന് വർഷങ്ങളിലൊക്കെ ഈ ക്യാമ്പുകളിൽ എലിപ്പനി പ്രതിരോധ ഗുളികകളൊക്കെ ഇവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ? അതെ, ഇപ്പോൾ മുമ്പ് നമ്മൾ കൊടുത്തിരുന്നതാണ്. ഇപ്പോഴത്തെ പഞ്ചായത്ത് നന്നാക്കി കൊണ്ടുപോകേണ്ടത്. എലിപ്പനി പ്രതിരോധ മരുന്നുകളൊക്കെ കിട്ടുന്നുണ്ടോ? അത് കൊടുക്കുന്നുണ്ട്. വെള്ളമില്ലാത്തതാണോ അതോ അടിസ്ഥാന പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യങ്ങളില്ല? പ്രശ്നം ആണ് ഇതിനകത്ത്. മോട്ടർ ട്രാൻസ്ഫോമർ മുങ്ങിപ്പോയെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. പക്ഷേ അത് ഈ പ്രളയം 2-3 ദിവസം അവിടെ ഉരുള് പൊട്ടിയതിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് ഇവിടെ എത്തുന്നത് വെള്ളം.
അപ്പം ആ ട്രാൻസ്ഫോമർ ഉയർത്തി വെച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനായിട്ട് അവരത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടാകും. പ്രാഥമിക ആവശ്യം നിർവഹിക്കാനും ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ക്യാമ്പിൽ പ്രശ്നമില്ല. ഈ ക്യാമ്പിലല്ല, എസ് എൻ കോളേജിൻ്റെ ക്യാമ്പിലാണ് ശകലം പ്രശ്നം വന്നത്. അത് അന്നേരം തന്നെ അവർ പ്രസിഡന്റ് വേണ്ടപ്പെട്ടവരെ ബ്ലോക്ക് മെമ്പറും കൂടെ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഏകോപിക്കുന്നത് കുമരകം ഗ്രാമപഞ്ചായത്ത് മുൻ എം എൽ എയുടെ നേതൃത്വത്തിലൊക്കെ ഈ പ്രളയക്കെടുതിക്ക് മുന്നേ തന്നെ അവലോകന തയ്യാറാക്കും. ആ അവലോകന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് ഏതെല്ലാം ദുരന്തബാധിതരുണ്ട്, അവർ എത്രത്തോളം ആളുകളുണ്ട്, അവരെയൊക്കെ എവിടെയെല്ലാം അധിവസിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചതും. ഒരു റെസ്ക്യൂ സംവിധാനം തന്നെ നിലനിന്നുണ്ട്. ഒറ്റപ്പെട്ട ദുരിതങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ, അത്തരം ഒരു സംവിധാനം ഇവിടെ ഇല്ല. നമ്മൾ ഒരു മൃഗങ്ങളെ അല്ലെങ്കിൽ ഒരു കോഴിയെ വളർത്തുന്നതിന് പോലും ഗവൺമെൻറ് നോംസ് ഉണ്ട്. ഇവിടെ 167 പരം ആളുകളുണ്ടെന്നാണ് ഇവരിവിടെ പറയുന്നത്. അതിൻ്റെ രേഖയ്ക്ക് അതുണ്ട്. പക്ഷേ ഇവിടെ സ്കൂളുകളുണ്ട്, ഹാളുകളുണ്ട്. അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങി ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഇവർക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് ആ ഹാളുകളും സ്കൂളുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആളുകളെ കൂടുതൽ വരുന്ന ഇതുപോലെ തിങ്ങി പാർപ്പിക്കാതെ ഇവിടെ 7 ടോയ്ലറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. 167 ആളുകളുണ്ട്. പ്രഭാത ഭക്ഷണത്തിനകത്ത് തലേദിവസത്തെ രജിസ്റ്റർ നോക്കിയിട്ട് പ്രഭാത ഭക്ഷണത്തിന് അതിന് വേണ്ട ആളിൻ്റെ എണ്ണം അനുസരിച്ച് അത് തയ്യാറാക്കണം. പകരം ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോഴുള്ള അവസ്ഥ ഉപ്പുമാവാണ് ഇവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി. അത് സ്വാഭാവികമായിട്ട് തീർന്നു പോകാം. പിന്നീട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് പുട്ടുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നു. ആയിക്കോട്ടെ, ഇതൊക്കെ നല്ല കാര്യം, നമ്മൾ ഇതിനൊക്കെ ഒരു പ്രശ്നം വരും. പക്ഷേ ഇതിനോട് ഇടയ്ക്ക് സംബന്ധിച്ച കാര്യങ്ങൾ ഈ പറയുന്ന ആളുടെ എണ്ണം അനുസരിച്ച് പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നത് പക്ഷേ പറ്റിയിട്ടുണ്ട്. രണ്ടാമത് ഈ പ്രഭാത ഭക്ഷണം കഴിക്കേണ്ട ഷുഗർ രോഗികളുണ്ട്, അല്ലെങ്കിൽ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സമയം വന്നിട്ട് ആഹാരം കഴിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഏകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണുന്നത്. കൂടുതൽ ക്യാമ്പുകൾ ഉണ്ടാകണം. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ചേച്ചി, ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞില്ലേ 7 ടോയ്ലറ്റ് മാത്രമാണ് ഉള്ളത്. ഇവിടെ സർക്കാർ പോലും പറയുന്ന 150 പേരിൽ കൂടുതൽ ഒരു ക്യാമ്പിലാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ 167 പേര് ഇവിടെ ക്യാമ്പിലുണ്ട്. 167 പേര് രജിസ്റ്ററിലുണ്ട്. അങ്ങനെ രജിസ്റ്റർ വരാൻ പാടില്ല. അങ്ങനെ 150 പേരെ ആകാൻ പാടുള്ളൂ എന്നാണ് ഗവൺമെൻറ് പോലും നിർദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഒരു പരിഹാര മാർഗം? കൂടുതൽ ക്യാമ്പുകൾ ഇതിന് പരിഹാരം എന്താ വെച്ചാൽ, ഒന്ന് കൂടുതൽ ക്യാമ്പ് തുറക്കണം. 2 അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇവിടെ വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ. അപ്പോൾ അവിടുത്തെ ട്രാൻസ്ഫോർമർ മുങ്ങിപ്പോയെങ്കിൽ അത് പൊക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ മെമ്പർ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സലിമോൻ പറഞ്ഞത്, അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, ഉരുളുപൊട്ടലുണ്ടായി 3 ദിവസം കഴിഞ്ഞ് ഇവിടെ വെള്ളം വരും. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായ വെള്ളം ഈരാറ്റുപേട്ട മുങ്ങി നമ്മൾ കണ്ടു. ആ വെള്ളം ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ മുൻകരുതൽ സ്വീകരിക്കാൻ ധാരാളം സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ആ മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത. ഇവിടെ വേണ്ട മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ഈ കിഴക്കൻ മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായി 3 ദിവസത്തിന് ശേഷമാണ് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം ഒഴുകിയെത്തുക. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സമയമുണ്ടായിരുന്നു. സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അതിൻ്റെ പോരായ്മ ഈ കുമരകം പ്രദേശത്തെ ക്യാമ്പുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 3 ക്യാമ്പുകൾ മാത്രമാണ്. അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. അക്ഷയ്.